വീണ്ടും ഭവാബ്ധിതൻ തീരത്തിരുന്നങ്ങ് പാടുന്നു ത്യാഗരാജ. വിശ്വപ്രേമദീപ്തമാം ജീവന്റെ ദേവഗാന്ധാരി, ഈ വാഴ്വിൻ ജ്വരങ്ങൾക്ക് നിത്യസഞ്ജീവനി. ആരോഹണത്തിൻ മദത്തിരമാലയിൽ ഈ ക്ഷീരസാഗരമാർത്തുയരുന്നുവോ, പിന്നെ പൊടുന്നനത്താണിറങ്ങുന്നുവോ പ്രാർത്ഥനാ നിർഭരം ജീവൻ. നമസ്കാരം, എന്റെ പേര് ഉമർ പി. ഞാൻ UKG പഠിക്കുന്നു. മാഷ് ഞങ്ങൾക്ക് വേണ്ടി ഒരു കൊച്ചു കവിത ചൊല്ലാമോ? സർക്കസുകാരൻ. ഞാനൊരു സർക്കസുകാരൻ, ഈ പാത തന്നോരത്ത് നിർത്തിയ തോർത്തുമുണ്ടിൽ വന്നു വീഴുന്നൊരിത്തിരിത്തുട്ടിൻ്റെയക്കായി ജീവിതം ഞാണിൽ കളിയാക്കി മാറ്റിയോ. എൻ തകരച്ചെണ്ട വീണ്ടും വിളിക്കുന്നു നിങ്ങളെ, വന്നിത് കാണുവിൻ കൂട്ടരെ. സർക്കസ് കൺകെട്ട് ജാലങ്ങളൊന്നുമില്ലാത്തൊരീ സർക്കസ് കാണുവാൻ ഇത്തിരി നിൽക്കുവിൻ. കൺകെട്ട് ജാലങ്ങളൊന്നുമില്ലാത്തൊരീ സർക്കസ് കാണുവാൻ ഇത്തിരി നിൽക്കുവിൻ. കുന്തത്തിലൻ പിഞ്ചു കുഞ്ഞിനെ കോർത്തെന്റെ നെഞ്ചത്ത് കുത്തി നിർത്തി, ആ കുഞ്ഞിന്റെ പെറ്റമ്മയെ കൊണ്ട് ചെണ്ട കൊട്ടിപ്പവനെങ്കിലും സർക്കസുകാരൻ. ഈ വാഴ്വിന്റെ കണ്ണീരു കൊള്ളുന്ന പാതയോരങ്ങളിൽ 5-6 ജീവികൾക്ക് അന്നമുണ്ടാക്കുവാൻ ജീവന്റെ സങ്കടം വിദ്യയാക്കുന്നവൻ, ജീവിതം സർക്കസ് തന്നെയായി തീർന്നവൻ. ഇത്തരം വേഷങ്ങൾ എത്രയോ കണ്ടവർ എത്തി നോക്കുന്നു വഴിയോര കൗതുകം. വിസ്മയിപ്പിക്കുവാനൊന്നുമില്ലാത്തൊരീ പട്ടിണിക്കോലങ്ങളാടുന്ന നാടകം. ശൂന്യമൻ തോർത്തുമുണ്ടിപ്പോഴും ഒട്ടേറെ നേരം ഈ വേലകൾ കാട്ടി ഞാനെങ്കിലും കണ്ടേ മടുത്തവയെന്ന് മുഖം കോട്ടി നിങ്ങൾ തലവലിക്കുന്നു പതുക്കവേ. എങ്കിലീ അവസാന വേലയും കാണുവിൻ, കണ്ടാൽ മറക്കാത്ത സർക്കസ് നാടകം. ഈ കാഴ്ച ബോധിച്ചിടായെങ്കിലോ ദീനവൻ കുഞ്ഞുങ്ങൾ തൻ മുഖമെങ്കിലും കാണുവിൻ. നിങ്ങളീ ചെണ്ട ചിലമ്പുന്ന നാദത്തിൽ മുങ്ങുന്ന തേങ്ങലിൻ കഥയറിയാത്തവർ, കുന്തത്തിൽ കോർത്തൊരീ കുഞ്ഞിൻ വയറ്റിലെ കത്തും വിശപ്പിന്റെ വിളിയറിയാത്തവർ, എങ്കിൽ ഈ അവസാന വേലയും കാണുവിൻ. കണ്ടാൽ മറക്കാത്ത സർക്കസ് നാടകം. ഈ കാഴ്ച ബോധിച്ചിടായിലോ ദീനവൻ കുഞ്ഞുങ്ങൾ തൻ മുഖമെങ്കിലും കാണുവിൻ. നോക്കുവിൻ കൂട്ടരെ, ഞാൻ എന്റെ നെഞ്ചത്ത് കത്തിയിറക്കുന്നു, കുത്തിപ്പിളർക്കുന്നു. ചോരയിൽ വീണ് കുതിരും ശരീരത്തിന് അന്ത്യമാം വേല. ഇതത്ഭുതമല്ലയോ? നാട്യപ്രധാനമീ ലോകത്ത് നാട്യവും നേരും തിരിച്ചറിയാതുള്ള മർത്യരെ, നീറുമീ നെഞ്ചിന്റെ താളം നിലയ്ക്കുമ്പോൾ തിരുമീ സർക്കസ് യാത്രയാകുന്നു ഞാൻ. നമസ്കാരം, ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന അഹമ്മദ് ലബീബാണ്. എൻ്റെ ചോദ്യം ഇതാണ്: ഒരു മലയാളം കവിത ചൊല്ലുമ്പോൾ നാം എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ഒരു മലയാളം കവിതാ പാരായണത്തിൽ പങ്കെടുക്കുമ്പോൾ ഒരു കുട്ടി എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? കവിതയ്ക്ക് കുട്ടികൾക്ക് കവിതയോട് താല്പര്യം ഉണ്ടാക്കാന്ന് നിലയ്ക്ക് തുടങ്ങിയ നമ്മളിത്ര പ്രതീക്ഷിച്ചിട്ടില്ല. കുട്ടികൾ വാസ്തവത്തിൽ 3-4 ചൊല്ലുവഴികളിൽ ചുറ്റിത്തിരിഞ്ഞ മലയാള കവിതയെ ആലാപനത്തിന്റെ അനവധി സാധ്യതകളിലേക്ക് വികസിപ്പിച്ചു. നമുക്ക് 3-4 ചൊല്ലുവഴിയും കടമനിട്ടയുടെ ചൊല്ലുവഴി, മധുസൂദനൻ നായരുടെ ചൊല്ലുവഴി, ONV-യുടെ ചൊല്ലുവഴി, ചുള്ളിക്കാടിന്റെ ചൊല്ലുവഴി, ഇങ്ങനെ 3-4 ചൊല്ലുവഴികളിൽ ഇങ്ങനെ മലയാള കവിത ചുറ്റിത്തിരിഞ്ഞ് കിടക്കുകയായിരുന്നു.
കുട്ടികൾ പുതിയ ആലാപന രീതികൾ കൊണ്ടുവന്നു, 100 കണക്കിന് പുതിയ ആലാപന പദ്ധതികൾ കൊണ്ടുവന്നത് മാമ്പഴത്തിലെ കുട്ടികളാണ്. അപ്പൊ കുട്ടികൾക്ക് കവിത കൊടുത്താൽ കുട്ടികൾ കവിത കൂടുതൽ നന്നാക്കി എടുക്കും എന്ന് മനസ്സിലാക്കാൻ മാമ്പഴക്കാരനായി. നമസ്കാരം, എൻ്റെ പേര് നിതാശൻ. ഞാൻ 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. ഇന്ന് നവംബർ 14 ശിശുദിനമാണല്ലോ. ഈ അധ്യായ വർഷത്തിൽ ശിശുദിനം സ്കൂളുകളിൽ ആഘോഷിക്കാൻ കഴിയാത്തതിന് അതിയായ ഖേദമുണ്ട്. ഈ അവസരത്തിൽ സാറിന് ഞങ്ങളോട് എന്താണ് പറയാനുള്ളത്? സാറിന് ഞങ്ങൾക്കൊരു മെസ്സേജ് തരാൻ പറ്റുമോ? ഓക്കെ, ഫൈൻ. ഈ COVID-19 കാലം ഏറ്റവും കൂടുതൽ ബാധിച്ചത് കുട്ടികളെയും വയസ്സായവരെയാണ്. റിവേഴ്സ് ക്വാറന്റൈനിൽ കഴിയുന്നവരാണ്. 10 വയസ്സിൽ താഴെയുള്ളവർ മാത്രമല്ല, ഒരു +2 ലെവലിലെ കുട്ടികൾ ഒക്കെ ഈ ഒരുതരം വീട്ടിലടച്ചിട്ട ഒരു മാനസികാവസ്ഥയാണ്, വയസ്സായ ആളുകൾ. അപ്പൊ അതുണ്ടാക്കുന്ന പ്രശ്നം വലിയ തോതിലുള്ള മാനസിക തകർച്ചയാണ്, വിഷാദം, ഒരുതരം അനാവശ്യമായ ദേഷ്യം, ഒരുതരം സാധാരണ രീതിയിൽ വ്യത്യസ്തമായ മാനസിക ഭാവങ്ങൾ. അപ്പൊ അത് പരിഹരിക്കാനുള്ള ഒറ്റ വഴി ക്രിയേറ്റീവ് ആവാണ്. ഉള്ള സമയത്ത് നമ്മൾ എന്തൊക്കെയാണോ ഇഷ്ടം, പാട്ട് പാടാനാണെങ്കിൽ പാട്ട് പാടുക, ചിത്രം വരയ്ക്കാനാണെങ്കിൽ ചിത്രം വരയ്ക്കുക, ഒപ്പം നന്നായി വായിക്കുക. പഠന കാര്യങ്ങളിൽ ഒരു നിഷ്ഠയോടുകൂടി പഠിച്ചില്ലെങ്കിലും പഠനത്തിലേക്ക് വരാവുന്ന വിധത്തിൽ മനസ്സിനെ സജ്ജീകരിച്ചു വയ്ക്കുക. ഇപ്പൊ ഓൺലൈൻ ക്ലാസ്സുകൾ ധാരാളം നടക്കുന്നുണ്ട്. ഓൺലൈൻ ക്ലാസ്സുകൾ ശ്രദ്ധിച്ച് മാത്രമാകുമ്പോൾ ബോറടി, കാരണം കൂട്ടുകാരെ കാണുന്നില്ല, സ്കൂളിലെ വിദ്യാലയങ്ങളിലെ അന്തരീക്ഷമില്ല. അപ്പൊ കുട്ടികൾക്ക് വളരെ കൂടുതൽ മാനസികമായ പ്രയാസം ഉണ്ടാവുന്ന ഒരു കാലമാണ്. ധാരാളം കുട്ടികൾ ആത്മഹത്യ ചെയ്തു ഈ കാലത്ത്. ഇപ്പൊ വീടുകളിൽ തന്നെ മുതിർന്നവരും ഫ്രസ്ട്രേറ്റഡ് ആണ്. അപ്പൊ അവർക്ക് കുട്ടികളെ വേണ്ടത്ര ശ്രദ്ധിക്കാൻ പറ്റാതെയോ, അങ്ങനെ വരുമ്പോൾ ഉണ്ടാവുന്ന ഒരു മാനസിക പീഡ പല കുട്ടികളെയും ബാധിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് എല്ലാ കുട്ടികളോടും എനിക്കുള്ള അപേക്ഷ, കുട്ടികൾ ക്രിയേറ്റീവ് ആയിരിക്കുക. പരമാവധി ഈ സമയത്തെ വായന, എഴുത്ത്, ചിത്രം വര, കവിത ചൊല്ലൽ, കളിക്കുകയും ചെയ്യാം. കൂട്ടുകാരത്ത് വീട്ടിനകത്തും മുറ്റത്തും ഒക്കെ കളിക്കാം. അവിടെ വീട്ടിനുള്ളിൽ തന്നെ ഒരു കളിയുടെ അന്തരീക്ഷം, ഒരു മാനസിക ഉല്ലാസത്തിന്റെ അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കാം. ഒപ്പം ഈ നെറ്റ്വർക്കുകൾ ധാരാളം ഉണ്ടല്ലോ. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ അന്വേഷിക്കാനും പഠിക്കാനുള്ള അവസരമായിട്ട് ഇതിനെ കാണാം. ഇപ്പൊ ഓൺലൈനിനെ നമ്മൾ ശീലാക്കാതെ നിർത്തിയില്ല. അപ്പൊ ഈ സാഹചര്യത്തിൽ ഓൺലൈൻ ക്ലാസ്സിലേ പറ്റുള്ളൂ. അപ്പൊ ഓൺലൈനിൽ കിട്ടുന്ന വിവരങ്ങൾ ഇത് വെച്ച് തന്നെ ഷെയർ ചെയ്യാം, നമുക്ക് മറ്റു കൂട്ടുകാരോട് ഷെയർ ചെയ്യാം. പഴയതിനേക്കാൾ എളുപ്പമല്ലേ വാട്സപ്പില് ഇപ്പൊ തന്നെ ഇപ്പൊ നമ്മൾ ഇത്രയും കുട്ടികളായിട്ട് നമുക്ക് സംവദിക്കാൻ സാധിക്കുന്നത് ഈ സംവിധാനങ്ങളുണ്ടല്ലേ. ഇപ്പൊ എന്നെ ഇവിടെ ഒന്ന് നേരിട്ട് കാണാതെ തന്നെ ഊരെ ഇരുന്നുകൊണ്ട് നമുക്ക് സംസാരിക്കാൻ പറ്റുന്നു. അങ്ങനെ വിനിമയം ചെയ്യാനുള്ള സൗകര്യമുള്ളൂ. അപ്പൊ ഈ മാറിയ പരിസ്ഥിതിയിൽ മനസ്സിനെ ക്രിയേറ്റീവ് ആക്കുക, അലസതയിൽ നിന്ന് മാറ്റാൻ കഴിയും. അലസത ഒരു തരത്തിലുള്ള മാനസിക മാന്ദ്യത്തിലേക്ക് പോകും. അപ്പൊ കുട്ടികളിൽ മാനസിക മാന്ദ്യം ഉണ്ടാവരുത്. കുട്ടികളിൽ ചുറുചുറുക്ക്, ഉത്സാഹം, എപ്പോഴും എന്തെങ്കിലും പുതുതായിട്ട് ചെയ്യാനുള്ള ഒരു തയ്യാറെടുപ്പ്, ഇതൊക്കെ ഉണ്ടാക്കാവുന്ന വിധത്തിൽ സ്കൂൾ അധ്യാപകർ ശ്രദ്ധിക്കേണ്ടതാണ്. കുട്ടികളോട് എന്തെങ്കിലും ക്ലോസ് കോൺടാക്ട് ഉണ്ടാവുക, അവരെ വിളിക്കുക, അവരുടെ വർക്കുകൾ പരിശോധിക്കുക, അവർക്ക് പ്രോത്സാഹനം കൊടുക്കുക, അവരെ അപ്രീഷിയേറ്റ് ചെയ്യുക. അത് ദൂരെ ചെയ്യാം. നമുക്കിപ്പം കുട്ടിയുടെ തോള് തട്ടി പറയുന്ന അപ്രീസിയേഷൻ പറ്റില്ലെങ്കിലും നമുക്ക് നല്ല വാക്കുകളിൽ അധ്യാപകർക്ക് ഈ വാട്സപ്പ് വഴിയൊക്കെ അവരുടെ കിട്ടുന്ന അവരുടെ കോൺട്രിബ്യൂഷൻസ് നോക്കുക. പാഠഭാഗങ്ങൾ മാത്രമല്ല, മറ്റ് സാംസ്കാരിക കാര്യങ്ങൾ, കുട്ടികൾ വരച്ച ചിത്രം ഉണ്ടെങ്കിൽ ചിത്രം കാണാൻ പറയാം, കവിത, അതുകൂടി ചെയ്യാം. പണ്ടാണെങ്കിൽ നമ്മൾ പാഠഭാഗം മാത്രം നോക്കിയിട്ട് മാർക്കിട്ടാൽ മതി. ഇപ്പൊ അധ്യാപകർ കുറെ കൂടി ശ്രദ്ധിക്കണമെന്ന് ഞാൻ പറയാം. കുട്ടികളുടെ മറ്റ് ക്രിയേറ്റീവ് വർക്കുകൾ കൂടി നോക്കുകയും, അങ്ങനെ അധ്യാപകരുടെ പിന്തുണ, വീട്ടുകാരുടെ പിന്തുണ, വിശേഷം നിങ്ങളുടെ ഗുഡ് ഹോപ്പ് സെന്റർ സ്കൂൾ ഞാൻ വന്ന സ്കൂളാണ്. അതിന്റെ അന്തരീക്ഷം എനിക്കറിയാം. വളരെ പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്ന അന്തരീക്ഷം. അവിടുത്തെ കുട്ടികൾ ആ പ്രകൃതിയിൽ പഠിച്ചവരാണ്. ഗുഡ് ഹോപ്പിന്റെ അന്തരീക്ഷത്തിൽ പഠിച്ച കുട്ടികൾക്ക് വീട്ടിലിരിക്കുമ്പോൾ മാനസികാവസ്ഥ കുറച്ച് കൂടുതലുണ്ടാവും. അപ്പൊ ആ അന്തരീക്ഷം പുനഃസൃഷ്ടിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ നമുക്ക് ഓൺലൈനിൽ ചെയ്യാം. ഈ നിങ്ങൾക്ക് ഈ ശിശുദിനത്തിൽ നടക്കുന്ന പരിപാടിയിൽ നിങ്ങളുടെ വീഡിയോയില് ആ സ്കൂള്, അവിടുത്തെ അടുത്തുള്ള അവിടുത്തെ പുഞ്ചപ്പരപ്പുകൾ, അവിടുത്തെ കായൽ പരപ്പുകൾ, അവിടെ വരാറുള്ള കിളികൾ, കുട്ടികൾ നിത്യം ചങ്ങാത്തത്തിലായിരുന്ന ആ പ്രകൃതി കുട്ടികൾക്ക് കൊണ്ടുവന്ന് കാണിച്ചു കൊടുക്കാം. അപ്പൊ അവർക്ക് ഇവിടെ വരാനാണ് പരിമിതിയുള്ളത്. സ്കൂൾ തുറന്നിട്ടില്ല. സ്കൂൾ തുറന്നില്ലെങ്കിലും ആ സ്കൂളിന്റെ അന്തരീക്ഷം അവർക്ക് ഒരു പ്രാണവായു പോലെ കിട്ടുന്ന വിധത്തിൽ അങ്ങനെ ഒരു 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 ഗുഡ് ഹോപ്പ്, അല്ലെ, ശുഭപ്രതീക്ഷ എന്നാണ് സ്കൂളിന്റെ പേര്. ആ ഗുഡ് ഹോപ്പ് ഉണ്ടാക്കി കൊടുക്കാം. അതിലിപ്പോ നമ്മൾ കാണണമെന്നൊന്നുമില്ല. മനുഷ്യർക്ക് നല്ല പ്രതീക്ഷ ഉണ്ടാക്കി കൊടുക്കാൻ ഇത്തരത്തിലുള്ള ഇടപെടലുകൾ സാധിക്കും. അങ്ങനെ സാധിപ്പിച്ചാൽ കുട്ടികൾ കൂടുതൽ ഊർജ്ജസ്വലരായിരിക്കും. നമസ്കാരം, എൻ്റെ പേര് നെഫ്ല. ഞാനൊരു 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരു കവിത എഴുതുന്ന വ്യക്തിയെ കണ്ടുമുട്ടിയിരുന്നെങ്കിൽ അദ്ദേഹത്തോട് ചോദിക്കണമെന്ന് കരുതിയ ഒരു കാര്യമുണ്ട്. സാർ, ഞാനതൊന്ന് ചോദിച്ചോട്ടെ? എങ്ങനെയാണ് നാം ഒരു കവിത എഴുതുന്നത്? ഒരു കവിത എഴുതുമ്പോൾ നാം എന്തെല്ലാമാണ് ശ്രദ്ധിക്കേണ്ടത്? ഇത്
രണ്ടും രണ്ടാം. ഒന്ന് അപ്ലൈഡ് പോയട്രിയാണ് സിനിമ പാട്ട്, പ്രയുക്ത കവിത, ഒരു ആവശ്യത്തിന് വേണ്ടി എഴുതുക. കവിത നമ്മൾ ആവശ്യത്തിന് വേണ്ടിയാണ്, അത് നമുക്ക് തോന്നുമ്പോൾ തോന്നിയത് എഴുതാം. അതേസമയം ഒരു സിറ്റുവേഷൻ തന്നിട്ടാണ് സിനിമയ്ക്ക് പാട്ട് എഴുതുക. ആ സിറ്റുവേഷന്റെ ഉള്ളിൽ നിന്നിട്ട് എഴുതാം. അപ്പൊ അതിനൊരു പരിമിതിയുണ്ട്. എങ്കിൽ പോലും അതിന് വേറൊരു സാധ്യതയുണ്ട്. കാരണം നേരത്തെ ആലോചിക്കാത്ത സിറ്റുവേഷൻ തരും. ഇപ്പൊ വയലാറൊക്കെ അസാധാരണ ഗാനങ്ങൾ എഴുതിയത് ചില സന്ദർഭങ്ങളിലാണ്. രാത്രി പകലിനോട് എന്ന പോലെ യാത്ര ചോദിപ്പൂ, സന്യാസിനി നിൻ പുണ്യാശ്രമത്തിൽ. ആ സിനിമയുടെ സിറ്റുവേഷനിലെങ്കിൽ ആ പാട്ടില്ല. അങ്ങനെ പല കള്ളിപ്പാലകൾ പൂത്തു, അതൊക്കെ ആ സിനിമയുടെ സിറ്റുവേഷനിൽ ഉണ്ടായിരുന്ന പാട്ടാണ്. വയലാറിന്റെ പല പാട്ടുകളും സിറ്റുവേഷൻ കിട്ടിയതുകൊണ്ട് ആണ് വലുതായത്. ഒരുപക്ഷെ അങ്ങനെ സിറ്റുവേഷന് വേണ്ടി വയലാർ എഴുതിയില്ലെങ്കിൽ സർഗസംഗീതം പോലെ ചില കവിതകൾ ചുരുങ്ങിപ്പോകും. അപ്പൊ ഞാൻ രണ്ടും ചെയ്ത ആളാണ്. സിനിമയ്ക്ക് പാട്ട് എഴുതിയിട്ടുണ്ട്. പക്ഷെ സിനിമയ്ക്ക് പാട്ട് എഴുതുന്നതിനേക്കാൾ നമുക്ക് കൂടുതൽ സ്വാതന്ത്ര്യമുള്ളത് കവിത എഴുതുന്നതിനാണ്. സിനിമയ്ക്ക് പാട്ട് എഴുതിയാത്തൊരു ഗുണം, ഒരു കവിത എഴുതിയാൽ 100 ആളത് വായിക്കുന്നത് ഒരു പാട്ടിൽ കോടികളാണ്. ഒരു പാട്ട് ഞാൻ എഴുതിയതാണെന്ന് പോലും അറിയാതെ കോടികണക്കിന് ആളുകൾ കേട്ടൊരു പാട്ടാണ് റസൂലുള്ള എന്ന് പറയുന്ന ഒരു കവാലി, സലാല ഉപേക്ഷിച്ചിട്ടുള്ള. അത് ഞാൻ എഴുതിയാന്ന് നമുക്ക് പറഞ്ഞുകൂടാ. ആ പാട്ട് എത്രയോ പ്രശസ്തമാണ്. ആ പാട്ടിനോട് പ്രശസ്തനല്ലതാണ്. റഫീഖ് അഹമ്മദ് പറയും, റഫീഖ് അഹമ്മദിന്റെ പല പാട്ടുകളും റഫീഖിനേക്കാൾ പ്രശസ്തമാണ്. അങ്ങനെ വരും. അങ്ങനെ പാട്ടിന് പ്രശസ്തി കൂടുതൽ തരാൻ പോയി. കൂടുതൽ ആളുകൾ നിരക്ഷരും കേൾക്കുമല്ലോ. വായിക്കണമെങ്കിൽ ഭാഷ വേണ്ടേ, അക്ഷരം അറിയണ്ടേ, അതല്ലാത്തവരും കേൾക്കുമല്ലോ. അങ്ങനെ സൗകര്യം പാട്ടിനുണ്ട്. പിന്നെ മാത്രമല്ല പാട്ടിന്റെ ഒരു സംഗീതം കൂടിയിട്ട്, സംഗീതത്തിന്റെ ഒരു അഡീഷണൽ സപ്പോർട്ട് ഉണ്ട്. അതിന്റെ ഒരു കിട്ടും. നമസ്കാരം, ഞാൻ ഷിഫാന, 9ാം ക്ലാസ്സിൽ പഠിക്കുന്നു. എനിക്ക് പുസ്തകങ്ങൾ വായിക്കാനും കഥകൾ, കവിതകൾ തുടങ്ങിയവ എഴുതാനും വളരെ ഇഷ്ടമാണ്. ആത്മകഥകളോടാണ് എനിക്ക് കൂടുതൽ താല്പര്യം. സാറിനോട് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. എഴുത്തുകാരൻ എന്ന നിലക്ക് താങ്കളെ സ്വാധീനിച്ച വ്യക്തി ആരാണ്? ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കവിതകൾ എഴുതുമായിരുന്നു. അർത്ഥപുസ്തകത്തിന്റെ വീട്ടിൽ എഴുതിയില്ല, ആരും കാണിക്കാൻ എഴുതാതെ എഴുതി വെച്ചില്ല. ഇത് എന്താന്ന് പറയാൻ എഴുതിയതാ. അപ്പൊ അന്ന് ഞങ്ങളുടെ സ്കൂളിൽ വന്ന പുതുതായി വന്ന മാഷ് ഈ മുമ്പിലിരിക്കുന്ന കുട്ടിയുടെ പുസ്തകം മറിച്ച് നോക്കിയിട്ടാണ് ഏതുവരെ പഠിപ്പിച്ചു നോക്കുക. അങ്ങനെ എന്റെ പുസ്തകം മറിച്ച് നോക്കിയപ്പോൾ തിരിച്ചു മറിച്ചു. അപ്പൊ ഞാൻ എഴുതിയ കവിതകളൊക്കെ അദ്ദേഹം ശ്രദ്ധപ്പെട്ടു. അപ്പൊ വേറെ പുസ്തകം വാങ്ങി എഴുതാനുള്ള സാഹചര്യം ഒന്നുമില്ല. കാരണം പുസ്തകം വാങ്ങാൻ കൂടി ബുദ്ധിമുട്ടുള്ള കാലത്താണ് അർത്ഥപുസ്തകത്തിന്റെ വീട്ടിൽ എഴുതി വെച്ചു. മാഷം ഇത് എന്താ ചോദിച്ചു. അപ്പോഴേക്ക് എനിക്ക് പേടി ചെയ്ത് എന്തിനാ ചോദിക്കണമെന്നറിയില്ല. മാഷ പുസ്തകം വെച്ചിട്ട് പറഞ്ഞു സ്റ്റാഫ് റൂമിലേക്ക് വാ. എല്ലാ കുട്ടികളും പറഞ്ഞു എന്തോ ഈ എന്താ ചിന്തയെന്ന് ചോദിച്ചു. ഞാൻ കവിത എഴുതിയ അപ്പൊ അതിനെ അടിക്കാനാണ്. ഏതാ പരിചയത്തെ മാഷല്ലേ. അങ്ങനെ സ്റ്റാഫ് റൂമിൽ ചെന്നപ്പോ മാഷ ഇതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുക. ഇത് എന്താണത്, ഇത് ആര് പറഞ്ഞിട്ട് അത് എഴുതുന്നത്? വളരെ ഗൗരവത്തിലാണ്. ഞാൻ ആകെ വിഷമത്തിൽ പറഞ്ഞു മാഷെ ഞാൻ ചെയ്യില്ല സാർ, ഞാൻ കരഞ്ഞു അറിയാതെ. വളരെ മാഷന്റെ ഉറക്കെ ചിരിച്ചു. എടോ ഇത് താൻ ആരും പറയാതെ എഴുതുകയാണെങ്കിൽ ഇനി എഴുതണം എന്ന് പറയാനാ, ഇത് കവിതയാണത്, നന്നായിട്ടുണ്ട്, വീട്ടിലാരെങ്കിലും കവികളുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ എനിക്ക് വെച്ചിലൊന്നും പറയാനില്ല. മാഷ് പറഞ്ഞു നന്നായിട്ടുണ്ട്, അവരൊരു കവിത തുമ്പിയോടുന്നൊരു കവിത, ഇത് പകർത്തി എഴുതിയിട്ട് ഞാൻ ഒരു അഡ്രസ് തരാം. അതിലൊന്നൊരു സ്ഥലത്ത് മാഷ് തിരുത്തി, മനസ്സിലാക്കി ഇത് പകർത്തി എഴുതിക്കോ, ഈ അഡ്രസ്സിൽ അങ്ങോട്ട് അയച്ചു കൊടുക്കും. ഒരു അഡ്രസ്സും മാഷ് എടുത്തു. അപ്പൊ എനിക്കത് അന്ന് ഈ അയക്കാനുള്ള അറിവൊന്നുമില്ല. എങ്ങനെയാ ഇപ്പൊ ആരോടൊക്കെ ചോദിച്ചു. അന്ന് ഒരു വേലായുധന്റെ സുഹൃത്തുണ്ടായിരുന്നു. പോസ്റ്റ് ഓഫീസിൽ പോയാൽ കവർ കിട്ടും. അന്ന് കവറിൽ സ്റ്റാമ്പ് പിടിക്കാൻ അറിയാം. അന്ന് 10 പൈസയോ 15 പൈസയാണ് ഈ പോസ്റ്റ് കവർ. ആ കവറിൽ ഞാനിത് എഴുതി 3-4 മടക്കി അതിന്റെ ഭാഗത്തിലൊക്കെ ആക്കിയിട്ടാണ് കൊണ്ട് അയച്ചത്. അന്ന് പോസ്റ്റ് മാഷ് കുഞ്ഞനായർ ഒരാളാണ്. ഇതെന്താണ് ഈ അയക്കണമെന്ന് ചോദിച്ചു. അപ്പൊ ഇത് വേറൊരു കവർ വാങ്ങിയിട്ട് അതിൽ ഇതിങ്ങനെ ചുരുട്ടി മടക്കി അതിന് പറ്റുമോ എന്ന് ചോദിച്ചു. എങ്ങനെയല്ല അങ്ങനെ അയച്ചു. ഒരു 4 മാസം കഴിഞ്ഞപ്പോൾ ഒരു ദിവസം തപാലിന്റെ പോസ്റ്റ് മാഷ് കുഞ്ഞനായർ കൊണ്ടുവന്നു. അതിന് ഈ കവിത അച്ചടിച്ചു. അന്ന് സുഗതകുമാരി ടീച്ചർ എഡിറ്ററായ തളിര് മാസികയിലേക്കാണ് ഞാൻ അയച്ചത്. സത്യത്തിൽ ആ മാഷ്ട പ്രേരണ കൊണ്ടാണ് എന്റെ ആദ്യത്തെ കവിത അച്ചടിച്ചു വരുന്നത്. എന്റെ പേര് ഫൈഹാന. ഞാൻ 1ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. സാറിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ടീച്ചർ ആരായിരുന്നു? എന്തുകൊണ്ടാണ് ഇഷ്ടപ്പെടാനുള്ള കാരണം? എന്റെ ഗുരുനാഥനായിരുന്നു NN തലാപ്പിൽ. തലാപ്പിൽ മാഷ് നല്ല കവിയാണ്. സത്യത്തിൽ പ്രസംഗിക്കാനൊക്കെ ഉള്ള പ്രേരണ വിദ്വാന കൃഷ്ണന്റെ പുസ്തക പ്രകാശനത്തിന് എന്നെ കൊണ്ട് കവിത ചൊല്ലിച്ചതൊക്കെ തലാപ്പിൽ മാഷ. ഒരു OV ഗോപി മാഷുണ്ട്, തങ്കപ്പൻ മാഷ്, ബാലമോഹൻ മാഷ്, അങ്ങനെ മലയാളം പഠിപ്പിച്ച കുറെ മാഷന്മാർ. LP സ്കൂൾ പഠിക്കുന്ന കാലത്ത് MT കുട്ടിഷ്ടമേനോൻ മാഷാണ് പാഠപുസ്തകത്തിൽ മാറി കുറെ കവിതകൾ, വാഴക്കുല, രമണൻ, മനസ്സിൽ ഒക്കെ മാഷ് എഴുതിയിട്ട് തരും. ഇത് പഠിച്ചോളാൻ പറയും. എന്നിട്ട് സ്കൂളിൽ ചൊല്ലി. മാഷ്ക്ക് പ്രത്യേകിച്ച് മാഷ് കവിയാണ്. അപ്പൊ അത് താല്പര്യമുള്ള കുട്ടികളെ കൊണ്ട് ചൊല്ലി. ഇങ്ങനെ കുറെ അധ്യാപകരാണ് സത്യത്തിൽ ഈ വാസന കൊണ്ടുനടത്താനും. പിന്നെ സ്കൂളിൽ സാഹിത്യ സമിതി ഉണ്ടായിരുന്നു. സാഹിത്യ സമിതിയിൽ ഇവരൊക്കെ കൂടി ഇരുന്ന് ചർച്ച ചെയ്യും. അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു. ആ കാലത്താണ് എന്റെ കൂടെ പഠിച്ചിരുന്ന പല കുട്ടികൾ എഴുതിയിരുന്നു. കൈയെഴുത്ത് മാസികകൾ ഉണ്ടാക്കും മത്സരിച്ചിട്ട്. സത്യത്തിൽ സ്കൂളിലെ അന്തരീക്ഷവും അധ്യാപകരുടെ പ്രചോദനവും തന്നെയാണ് എഴുത്തുകാരനാവാനുള്ള പ്രേരണ.
നമസ്കാരം, ഞാൻ ആവണി 9ാം ക്ലാസ്സിലെ വിദ്യാർത്ഥിനിയാണ്. സാറിന് സുഖമാണെന്ന് വിശ്വസിക്കുന്നു. സാറിന് ഏറ്റവും ഇഷ്ടപ്പെട്ട എഴുത്തുകാരാരെല്ലാമാണ്? അവരെ ഇഷ്ടപ്പെടാനുള്ള കാരണം എന്താണ്? ധാരാളം എഴുത്തുകാരുടെ പ്രദേശത്താണ്, പൊന്നാനിയിലാണ് ജനിച്ചതുകൊണ്ടാണ്. അക്കിത്തുമായിട്ട് ഏതാണ്ട് 9ാം ക്ലാസ്സിൽ തുടങ്ങിയ ബന്ധം മരിക്കുന്നതിന്റെ 4 ദിവസം മുമ്പ് ഞാൻ അതിൽ മുതൂർ പുരസ്കാരം കൊടുക്കാൻ അവസാനം ഒരു പക്ഷേ പുറത്തൊരാളോട് സംസാരിച്ചത് അദ്ദേഹമാണ്. അങ്ങനെ അഭിമാനം എടുക്കില്ല. കാരണം അതിന്റെ കാലത്തോട്ട് വന്നിട്ട് കിടക്കുകയാണ്, എഴുന്നേറ്റ് പോകാൻ പറ്റില്ല. അപ്പൊ സന്തോഷമായി പറഞ്ഞത് അവസാനം കേൾക്കാനുണ്ടാവുന്നില്ല. അത്രത്തോളം അങ്ങനെ പ്രത്യേകിച്ച് ഒരു സ്വാധീനം ചെലുത്തിയ വ്യക്തിയൊന്നും ഒറ്റ പറയാൻ ബുദ്ധിമുട്ടാവും. അങ്ങനെ ഒരാളും പറയാനില്ല. ഈ പൊന്നാനി കളരിയിലെ എഴുത്തുകാർ ഇടശ്ശേരി തൊട്ട് ഇപ്പം MT വാസുദേവൻ നായർ എന്റെ ഗുരുസ്ഥാനീയനായ ആളാണ്. ഞാൻ MTയുടെ കൂടെ ഏതാണ്ട് ഒരു 30-35 കൊല്ലമായിട്ട് ഇടതടവില്ലാതെ പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പൊ തുഞ്ചൻ സ്മാരക ട്രസ്റ്റിൽ 400 നൂറ്റാണ്ടിലേറെ കാലമായി അദ്ദേഹത്തിന്റെ ഒരു കിങ്കറിനെ പോലെ ഒരു എന്താ പറയാ ഒരു അദ്ദേഹത്തിന് അടുത്തൊരാളായിട്ട് പ്രവർത്തിക്കുന്നത്. അദ്ദേഹത്തിന്റെ മുരുക കൂടി ചലിച്ചാൽ എന്താണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത് അറിയുന്ന രീതിയിലുള്ള ബന്ധം. അപ്പൊ സത്യത്തിൽ ഞാൻ എഴുത്തുകാരനോ കലാകാരനോ ആയിട്ടുണ്ടെങ്കിൽ എനിക്ക് മുമ്പുണ്ടായിരുന്ന ഗുരുപരമ്പരകളിൽ നിന്ന് ആർജിച്ചതും വായിച്ച് സ്വാംശീകരിച്ചതും സ്വയം നമ്മളെ നവീകരിച്ചതുമായിട്ടുണ്ടായിട്ടുള്ള ഫലം. ഇപ്പൊ ഞാനായിട്ടുണ്ടാവുമല്ല, അതൊരു തുടർച്ചയാണ്. അത് എഴുത്തച്ഛൻ തൊട്ട് പൊന്നാനി താലൂക്കിലാണ് വലിയ എഴുത്തുകാരുണ്ടായിട്ടുള്ളത്. എഴുത്തച്ഛന്റെ കാലം എന്ന് പറയുന്നത് 16ാം നൂറ്റാണ്ടാണ്. അതിന് തൊട്ട് പിന്നാലെ വന്ന ഒരു കാലത്ത് വള്ളത്തോൾ നാരായണ മേനോൻ, കുറ്റിപ്പുറത്ത് കേശവൻ നായർ, വള്ളത്തോൾ ഗോപാല മേനോൻ, കിട്ടുണ്ടി നായർ, ഇവരൊക്കെ പൊന്നാനി കളരിയിൽ ഉണ്ടായിരുന്നുള്ള. അതിന് തൊട്ട് മുമ്പാണ് ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം 1ാമൻ 2ാമൻ പരമ്പരകൾ. ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം 2ാമനാണ് തുഫത്തുൽ മുജാഹിദ്ദീൻ എന്ന ചരിത്ര ഗ്രന്ഥം എഴുതുന്നത്. വെളിയങ്കോട് ബർഖാദി എന്ന് പറയുന്ന അതിപ്രശസ്തനായ കവി വെളിയങ്കോടുകാരനാണ്. അദ്ദേഹം ഉമറുൽ ഫക്കീർ എന്ന പേരിലൊക്കെ അറിയപ്പെട്ടിരുന്ന ഈജിപ്ഷ്യൻ യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിക്കുന്ന എഴുത്തുകാർ. പൊന്നാനിയിൽ മതാതീതമായി സാഹിത്യം ഉണ്ടായ സ്ഥലമാണ്. അപ്പൊ അതിന്റെ തുടർച്ചയിലാണ് ഇടശ്ശേരി, VT, കടവനാട് കുട്ടികൃഷ്ണൻ, ഉറൂബ്, E നാരായണൻ, വിദ്വാൻ A കൃഷ്ണൻ, PM പള്ളിപ്പാട്, നാമറ്റാട്ട് ഗോവിന്ദൻകുട്ടി, CV ഗോവിന്ദൻ, ഒരുപാട് ആളുകളുണ്ട്. അതിന്റെ ഒരു തുടർച്ചയിലാണ് എന്നെപ്പോലുള്ള ആളുകളൊക്കെ പിന്നീട് വരുന്നത്. ഇപ്പൊ ഞങ്ങളുടെ കൂട്ടത്തിൽ തന്നെ KP രാമനുണ്ണിയെ പോലെ, P സുരേന്ദ്രനെ പോലെ, PP രാമചന്ദ്രനെ ഒക്കെ പോലുള്ള ആളുകൾ എന്റെ തലമുറയിൽപ്പെട്ട ആളുകൾ. അപ്പൊ ഞങ്ങൾക്കൊരു ഊർജവും വളവും തന്നത് പൊന്നാനി മുന്നോട്ട് വെച്ച മതേതര മാനവികതയുടെ ഒരു പാഠപുസ്തകമാണ്. അത് ലോകത്തൊരു അത്ഭുതമാണ്. മതാതീതമായി മനുഷ്യന് സ്നേഹത്തോടുകൂടി ജീവിക്കാൻ കഴിയും എന്നുള്ളതാണ് പൊന്നാനി സാഹിത്യം തന്ന ഒരു വലിയ കാഴ്ച. അതൊക്കെ ഉദാഹരിക്കാൻ കലകര ഓർമ്മയുണ്ട്. നമസ്കാരം സർ, എന്റെ പേര് ഐഷ മിസ്ല. ഞാൻ ഗുഡ് ഹോപ്പ് സെൻട്രൽ സ്കൂളിൽ 2ാം ക്ലാസ്സിൽ പഠിക്കുന്നു. സർ, എന്റെ ചോദ്യം ഇതാണ്. സാറിന്റെ ഓർമ്മയിൽ നിൽക്കുന്ന കുട്ടിക്കാലത്തെ ഏറ്റവും രസകരമായ ഒരു അനുഭവം ഞങ്ങൾക്ക് വേണ്ടി പങ്കുവെക്കാമോ? ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് അന്ന് ഓട്ടംതുള്ളൽ അവതരിപ്പിക്കുക, നാടകം എഴുതി അവതരിപ്പിക്കുക, പല സാഹസങ്ങളും ചെയ്തിരുന്നു. ഒരുപക്ഷെ ആ കാലത്ത് സ്വയം ഒന്ന് എസ്റ്റാബ്ലിഷ് ചെയ്തെടുക്കാൻ, സ്വയം ശ്രദ്ധേയനാവാൻ വേണ്ടി ചെയ്തൊരു മാനസിക പ്രവർത്തനമാവും. 7ാം ക്ലാസ് പഠിക്കുന്ന കാലത്ത് ഞാൻ സ്വന്തമായിട്ട് നാടകം എഴുതി സ്കൂളിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ ആ കാണുന്ന അമ്പലത്തില് ഞങ്ങളൊരു ഒരു വിശേഷം എന്ന് പറഞ്ഞാൽ ഒരു ഉത്സവം ഉണ്ടായ സമയത്ത് നാടകം ഞാൻ തന്നെ എഴുതി അവതരിപ്പിച്ചിട്ടുണ്ട്. അത് 7ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്നതാണ്. അപ്പൊ സാറിനെ ആലങ്കോട് എന്നുള്ള പേരിൽ നീ അറിയപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും അത് അഭിമാനമായിട്ട് മാറി. കാരണം ചങ്ങരംകുളം എന്ന് പറഞ്ഞ പാടെന്നൊക്കെ പറഞ്ഞ എല്ലാവർക്കും അറിയാം. പക്ഷെ ഓരോരുത്തർ കവിയിലൂടെയാണല്ലോ നമ്മൾ കൂടുതൽ പേര് അറിയപ്പെടുന്നത്. അങ്ങനെയാണ് കഥാപുസ്തകത്തിൽ അങ്ങനെയാ വന്നത്. കഥാപുസ്തകത്തിൽ വന്നത് ഈ അത് കഴിഞ്ഞ് നാടകം കഴിഞ്ഞിട്ട് പിന്നീട് ഉത്സവം മുടങ്ങി അത് ആരംഭിക്കുമ്പോൾ കഥാപ്രസംഗമാണെന്ന് ഉത്സവ പടങ്ങളുടെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഒരു കലാരൂപം. അപ്പൊ കഥാപ്രസംഗമാണ് നല്ലൊരു അഭിപ്രായം വന്നപ്പോൾ അത് കലാസമിതി ഞങ്ങളൊരു സത്യൻ സ്മാരക കലാകേന്ദ്രം എന്നൊരു കലാകേന്ദ്രം ഉണ്ടായിരുന്നു. ഞാനത് സെക്രട്ടറി ചെയ്യുന്നത് കാലം. അങ്ങനെയാണ് കഥ പറയാൻ ഞാൻ സ്കൂളിൽ കഥ പറഞ്ഞു. അപ്പോൾ NP ചെല്ലപ്പൻ നായരുടെ കഥ കഥാപ്രസംഗ രൂപത്തിൽ അവതരിപ്പിച്ചിട്ട് ഈ ഉത്സവത്തിനാണ് ആദ്യം അവതരിപ്പിച്ചത്. പിന്നീട് ഞാൻ അറിയാതെ കഥാപ്രസംഗ രംഗത്തൊക്കെ വന്നതാണ്. ആലോചിച്ചാൽ ശരിക്ക് പ്രൊഫഷണലായി മാറിയതാണ്. ആ പ്രൊഫഷണലായി മാറി ജോലി കിട്ടുന്നത് വരെ എനിക്ക് ജീവിതമാർഗം തീർത്തു കഥാപ്രസംഗം. പഠിക്കാനുള്ള പണം ഉണ്ടാക്കിയത് കഥാപ്രസംഗം കൊണ്ടാണ്. അപ്പൊ ആ നിലയ്ക്ക് അത് കഴിഞ്ഞ് പിന്നീട് ഒരു ഘട്ടം കഴിഞ്ഞപ്പോഴേക്കും എഴുത്തിന്റെ മേഖലയിൽ കുറെ കൂടെ സജീവമായി. അപ്പൊ പിന്നെ എഴുത്തും കഥാപ്രസംഗവും കൂടെ ഒന്നിച്ചു കൊണ്ടുപോകാവുന്ന ഒരു പ്രയാസം വന്നു ജോലി കിട്ടിയപ്പോൾ. അപ്പൊ കഥാപ്രസംഗത്തെക്കാൾ എഴുത്തിനോടായിരുന്നു കൂടുതൽ പ്രതിപത്തി. അപ്പൊ അതുകൊണ്ട് എഴുത്ത് കുറെ കൂടെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി കഥാപ്രസംഗം നല്ല നിലയ്ക്ക് നിർത്തിയതാണ്. നല്ല പേരുണ്ട്. നമസ്കാരം, ഞാൻ ഫാത്തിമ നസ്രീൻ. ഞാൻ കവിതകളൊക്കെ വായിക്കാറുണ്ട്. എനിക്ക് കവിതകളൊക്കെ ഒത്തിരി ഇഷ്ടമാണ്. ഈ ഒരു അവസരത്തിൽ സാറിനോട് എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം, സാർ 1993 പ്രസിദ്ധീകരിച്ച അങ്ങയുടെ നിലയുടെ തീരങ്ങളിൽ എന്ന ഗ്രന്ഥം
ഏത് വിഷയത്തെ ആസ്പദമാക്കിയുള്ളതാണ്? ഈ ഗ്രന്ഥത്തെ ആസ്പദമാക്കി ദൂരദർശൻ്റെ ഡോക്യുമെൻ്ററി പരമ്പര ഇറങ്ങിയിട്ടുണ്ടല്ലോ. ഇതിനെക്കുറിച്ച് സാറിൻ്റെ അഭിപ്രായം എന്താണ്? കലാകൃതിക്ക് വേണ്ടി യാത്ര ചെയ്തു തുടങ്ങി. അങ്ങനെ ത്രിമൂർത്തി മലയിലെ ഈ നദിയുടെ ഉറവ പൊട്ടുന്ന സ്ഥലം തൊട്ട് അറബിക്കടലിൽ ചേരുന്ന സ്ഥലം വരെയുള്ള എല്ലാ പ്രദേശങ്ങളിലും എല്ലാ പോഷക നദികളുടെ തീരത്തും ഉപപോഷക നദികളുടെ തീരത്തും യാത്ര ചെയ്ത് അവിടുത്തെ വൃദ്ധന്മാരോട് ചോദിച്ചറിഞ്ഞ് നാട്ടറിവുകൾ ശേഖരിച്ച് ഒരു കവിത പോലെയോ യാത്ര പോലെയോ എഴുതിയ ഒരു പുസ്തകമാണ് നല്ല എഴുതിയിരുന്നത്. അതാണ് വളരെ വ്യാപകമായിട്ട് വായിക്കപ്പെട്ടതും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടതും ഇപ്പോഴും വായിക്കപ്പെടും. 1993 പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അത് ദൂരദർശൻ ഒരു ഡോക്യുമെന്ററി ആക്കിയിട്ട് നിളയുടെ തീരങ്ങളിലുണ്ട്. തീർച്ചയായും ഞാൻ തന്നെ സ്ക്രിപ്റ്റ് എഴുതിയിട്ട് 8 ഡോക്യുമെന്ററികൾ ചെയ്തു. പിന്നെ വിനോദ് മങ്കര വളരെ ദീർഘമായിട്ട് ചെയ്തു. ദൂരദർശനിൽ കുറെ കാലം ഡോക്യുമെന്ററി പരമ്പരകളായിട്ട് വന്നിരുന്നു. സാർ എഴുതിയ കവിതയ്ക്ക് താങ്കളുടെ ജീവിതമായിട്ട് ബന്ധമുണ്ടോ? എന്തെങ്കിലുമൊക്കെ ഒരു നമുക്ക് അങ്ങനെ എഴുതാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ? അനുഭവങ്ങള് കൃതികളായിട്ട് മാറിയിട്ടുണ്ടോ? അനുഭവങ്ങൾ അതിന്റെ അടിസ്ഥാനം സത്യത്തിൽ ഈ താത്രിക്കുട്ടിയുടെ സ്മർത്ത വിചാരം ഞാൻ നേരിട്ട് അനുഭവിച്ചൊരു കാലമല്ല. നിളയുടെ തീരങ്ങളിലൂടെ സഞ്ചരിക്കുന്ന കാലത്താണ് പി കുഞ്ഞിരാമൻ നായരെ കുറിച്ച് നമ്മൾ അവിടെ നിന്ന് കുഞ്ഞിരാമൻ നായരെ കാണാതെ കാണാന്ന് പറയും. അപ്പൊ കുഞ്ഞിരാമൻ നായരെ കാണുന്നു, അല്ലെങ്കിൽ ആ കുഞ്ഞിരാമൻ നായർ ഒരിക്കൽ കണ്ടിട്ടുണ്ട്. ഈ കുഞ്ഞിരാമൻ നായരെ ഇപ്പൊ നിളയുടെ തീരങ്ങളിൽ നടക്കുമ്പോ അവരറിയാതെ അവരുടെ പോലെ സാറിന് അങ്ങനെ ഒരു അനുഭവം. നിളയുടെ തീരത്തിന്റെ ഒരു ജീവിതമാണ്, പിന്നെ ഗ്രാമജീവിതം. ഞാൻ ഈ ഗ്രാമം വിട്ടോടി പോകുന്നതാണ്. ഇവിടുന്ന് പോയിട്ടുണ്ടെങ്കിൽ തന്നെ 10-20 ദിവസം കൂട്ടി ഞാൻ നാട് വിട്ടു പോയി. നമസ്കാരം, എൻ്റെ പേര് ഇഷാൻ. ഞാൻ 8ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഈ അവസരത്തിൽ എനിക്ക് സാറിനോട് ചോദിക്കാനുള്ളത്, ഔദ്യോഗിക ജീവിതവും സാഹിത്യരചനയും എങ്ങനെയാണ് ഒന്നിച്ചു കൊണ്ടുപോകുന്നത്? ഒരു ജോലി ഒരു ബുദ്ധിമുട്ടായിട്ടല്ല, ജോലി ഒരു തടസ്സമാകുന്ന ഘട്ടങ്ങളുണ്ടായിരുന്നു. കാരണം ബാങ്കിലെ ജോലി വളരെ കഷ്ടപ്പാട് തന്നിട്ടില്ല. 37 കൊല്ലം ഞാൻ ബാങ്കിൽ ജോലി ചെയ്തു. പക്ഷെ എങ്കിലും നമ്മുടെ ആഗ്രഹങ്ങൾ ഇഫ് ദർ ഇസ് എ വിൽ ദർ ഇസ് എ വേ എന്ന് പറയും. ഒരു ആഗ്രഹം എഴുത്തോടുണ്ടാവുമ്പോൾ അതിന് വഴി നമ്മൾ കണ്ടെത്തിക്കൊള്ളും. ബാങ്കിലെ ജോലി കൊണ്ടല്ലേ ജീവിച്ചത്, അതുകൊണ്ട്. പക്ഷെ മറ്റു മാനസിക സംഘർഷം ഉണ്ടാവും. അക്കവും കവിതയും രണ്ടും കണ്ട. പക്ഷെ ആ സംഘർഷം ഉണ്ടാകുമ്പോഴാണ് പക്ഷെ നമ്മൾ കൂടുതൽ കോളേജ് അധ്യാപകരെക്കാൾ കൂടുതൽ പ്രശസ്തരായ എഴുത്തുകാരൊക്കെ മറ്റു വിഷയങ്ങൾ പഠിച്ചു കൊടുക്കുക. അധ്യാപകരാണെങ്കിൽ എല്ലാ അധ്യാപകരും എഴുത്തുകാരാണ്. എത്രയോ എഴുത്തുകാരുണ്ട്, മലയാളം പഠിച്ച എഴുത്തുകാരും. പിന്നെ സാധാരണ എല്ലാവരും കവിത ജനിക്കുന്ന പറയുന്നത് നമ്മള് ഇടയ്ക്കാണ്. ഇപ്പൊ വയലാറിന്റെ ഒക്കെ കാര്യം പറയുകയാണെങ്കിൽ അദ്ദേഹത്തിനൊക്കെ എപ്പോഴാണ് തോന്നുന്നത് അപ്പൊ ഇരുന്ന് കുറിക്കും. അങ്ങനെ സാറിനൊരു തോന്നലുണ്ടായിട്ടുണ്ടോ? കവിത എഴുതാനായിട്ട് ഇരിക്കുകയല്ല, എപ്പോഴെങ്കിലും പെട്ടെന്നൊരു മനസ്സിലൂടെ കവിത കയറുന്നു, അപ്പൊ അത് കുറിക്കുക, അങ്ങനെയുള്ള ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ? നമസ്കാരം, ഞാൻ അസ്മിറ, 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. സാറ് കുറേ കഥകളൊക്കെ എഴുതിയിട്ടുണ്ടല്ലോ. അപ്പോൾ സാർ എഴുതിയ ഏതെങ്കിലും കഥയിലെ കഥാപാത്രങ്ങളോട് വല്ല ആത്മബന്ധവും തോന്നിയിട്ടുണ്ടോ? 81 എഴുതിയതാണ്. അതിന് കാരണമായ സംഭവം ഞാൻ സ്കൂൾ പഠിക്കുന്നുണ്ടായിരുന്നു. സ്കൂൾ കഴിഞ്ഞിട്ട് വരുമ്പോ ചങ്ങരകുളത്തങ്ങാടിയിൽ ഒരു വയസ്സനായ കുറിച്ച് പറയാനുള്ള ഒരാള് ഒരു കുട്ടിയെ ഒരു വലിയ തോട്ടി പോലെ ഒരു കുന്തത്തിന്റെ മുകളിൽ 3-4 വയസ്സുള്ള കുട്ടിയെ കവളത്തിൽ കിടത്തി കുന്തം അതിന്റെ വയറ്റ് കുത്തി കയറ്റിയ മാതിരി കിടത്തിയിട്ട് അതുകൊണ്ട് മരുന്ന് കഴിക്കാനും കരുതാൻ പറയുന്നു. അതിന്റെ അമ്മ ചെണ്ട കുട്ടിയുടെ ആളെ കൊടുക്കുന്നു. 2 സഹോദരന്മാർ തെരുവത്തിൽ മറിയുന്നു. അപ്പൊ പട്ടിണിയും ദാരിദ്ര്യമുള്ള കാലം. അതിനിടയ്ക്കാണ് ഈ കുട്ടി ഇങ്ങനെ കൈ കാണിക്ക് സലാം കൊടുക്കുക എന്നൊക്കെ പറഞ്ഞതിനിടയിൽ ആ കുട്ടി താഴെ വീണു. താഴെ വീണപ്പോ എത്ര ഉയർന്നാ വീണത്. ഈ അച്ഛൻ ആ കുട്ടിയെ എടുത്ത് പൊക്കൽ ആ കുട്ടിയെ അവിടെ കൊണ്ട് അടിക്കുകയാണ്. ഇത് കണ്ടൊരു രംഗമുണ്ടല്ലോ. ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി മനുഷ്യർ സ്വന്തം മക്കളെ കുന്തത്തിൽ കോർത്തിട്ട് കളിക്കുന്ന ഈ സർക്കസ് കണ്ടത് ഞാൻ സ്കൂൾ പഠിക്കുമ്പോൾ 6 പഠിക്കുമ്പോൾ. അതൊരു കവിതയാവുന്നത് 1981-ലാണ്. പക്ഷെ ആ ഒരു അനുഭവം ഉള്ളിൽ കിടക്കുന്നതുകൊണ്ടാണ് സർക്കസുകാരൻ എന്നൊരു കവിതയ്ക്ക് എഴുതുന്നത്. ഓരോ കവിതയും ഓരോ ജീവിതാനുഭവങ്ങളിൽ നിന്ന് പിന്നീട് എപ്പോഴെങ്കിലും രൂപപ്പെടുന്ന. ഇത് ജിപ്സികൾ എന്ന കവിത എഴുതുന്നത് സമീപകാലം. ജിപ്സികൾ എഴുതാൻ കാരണമായ അനുഭവം ഞങ്ങളുടെ കുടുംബത്ത് ഈ ജിപ്സികൾ പല ദേശക്കാരായിട്ടുള്ള ആളുകൾ ഒന്ന് തമ്പടിച്ച് ജീവിച്ചൊരു കാലം. ഭാഷ അറിയില്ല, അവരവിടെ ജീവിക്കും. ആമ ചുട്ട് തിന്നും കാക്കയെ നായാടികളുടെ കൂട്ടത്തിൽപ്പെട്ട ആളുകൾ, ഏതോ ഭാഷക്കാരൻ. അപ്പൊ അവരായിട്ട് ആ കാലത്തുണ്ടായിരുന്ന ഒരു ചങ്ങാത്തോ അവരെടുത്ത് പോയി നിൽക്കും. അപ്പൊ അന്ന് എനിക്ക് ഇതുപോലെ എന്തോ ഒരു തൂവം കുടിച്ച് ഒരു സുഖം. അപ്പൊ അതിന് മരുന്ന് തന്നത് ഈ ജിപ്സികൾ ആടവൈദ്യന്മാരൊക്കെ ആയിട്ടുള്ള. അത് കവിതയായി വരുന്നത് എത്രയോ കാലം കഴിച്ചിട്ടാണ്. അപ്പൊ അനുഭവം നമ്മൾ പെട്ടെന്നൊരു അനുഭവം ഉണ്ടായി എഴുതുകയല്ല. അനുഭവങ്ങൾ അടലുകളായി മനസ്സിൽ കിടക്കും. ഏതെങ്കിലും ശാന്ത നിമിഷത്തിൽ ചിലപ്പോ ഒരു അനുഭൂതി പോലെ ആ അനുഭവം ഓർമ്മയിൽ വരും. കവിതയ്ക്ക് ഒരു പക്ഷെ നേരിട്ട് അനുഭവം വേണ്ട. ഒരു നിലാവ്, ഒരു കാറ്റ്, ഒരു ചെറിയ കുളിർത്തങ്ങളിൽ പോലും
കവിതയ്ക്ക് പ്രേരണയാവാം. ഇവിടെ ഇരിക്കുമ്പോൾ ശശി പ്രകൃതി, പക്ഷികൾ, അതിന്റെ അന്തരീക്ഷം തന്നെ പ്രേരണയാണ്. നമസ്കാരം. കവിയോടൊപ്പം അല്പനേരം ഇരുന്ന ഈ പരിപാടിയിൽ ഗുഡ് ഹോപ്പ് സ്കൂൾ വിദ്യാർത്ഥികളോടൊപ്പം സംവദിച്ച കവിയും എഴുത്തുകാരനുമായ ശ്രീ ആലങ്കോട് ലീലാകൃഷ്ണൻ സാറിന് ഗുഡ് ഹോപ്പ് ഫാമിലിയുടെ ഹൃദയം നിറഞ്ഞ നന്ദി.